PSC പഠിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഡെയിലി പഠിക്കാൻ നിങ്ങൾ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? മടിയെന്ന് പറഞ്ഞാൽ അത് ലേസിനെസ് അല്ല, ക്ലാരിറ്റി ഇല്ല എന്നതാണ്. എന്ത് പഠിക്കണം, എപ്പോൾ പഠിക്കണം എന്ന വ്യക്തമായ ഒരു ധാരണ നമുക്കില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ അതിൽ നിന്ന് നമ്മളെ സ്കിപ്പ് ചെയ്യിക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും സുഖലോലുപനായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മടി മാറ്റി പഠനം ഈസിയാക്കാനുള്ള 3 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത്, നിങ്ങൾ പഠനം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഈ സ്മാൾ സ്റ്റെപ്സ് എവറി ഡേ ഈക്വൽ ടു ബിഗ് സക്സസ് എന്നല്ലേ പറയുന്നത്. നമ്മളുടെ ചെറിയ തുടക്കം നമ്മളെ വലിയ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ നിങ്ങളും ഒരു ചെറിയ സ്റ്റെപ്പ് എന്ന പോലെ 1 ഡേ ഒരു 20 മിനിറ്റ് ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്ന് തുടങ്ങുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എഴുത്തുകാരും തൂലിക നാമങ്ങൾ ഒരു ദിവസം ഒരു 5 എണ്ണം പഠിക്കുക. എന്നിട്ട് നിങ്ങൾ നൈറ്റ് കിടക്കുന്നതിന് മുമ്പായിട്ട് ആ പഠിച്ച 5 കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ആദ്യമേ തന്നെ പഠിക്കാനായിട്ട് ബിഗ് പ്ലാനൊന്നും വേണ്ട കേട്ടോ. സിലബസിൻ്റെ 3/4 ഭാഗവും ഒറ്റ ദിവസം കൊണ്ട് പഠിച്ച് തീർക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ ആദ്യമേ ഒരു സ്മാൾ സ്റ്റാർട്ട് മതി. ഡെയിലി 20 മിനിറ്റ് മാത്രം പഠിക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെയിനെ ട്രിക്ക് ചെയ്യിക്കണം. പഠനം ഈസി ആണെന്ന് ഫീൽ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എപ്പോഴും പഠിക്കാനായിട്ട് ഒരു ഫിക്സഡ് ടൈം ഉണ്ടായിരിക്കണം. എപ്പോഴെങ്കിലും തോന്നുന്ന സമയത്ത് പഠിക്കാനായിട്ട് ഇരിക്കരുത്. എല്ലാ ദിവസവും ഒരേ സമയത്ത് പഠിക്കാനിരിക്കുക. ഇപ്പോൾ ഒരു ദിവസം രാത്രിയിൽ 7 മണി മുതൽ 7 വരെ പഠിച്ചാൽ പിന്നീട് എല്ലാ ദിവസവും ആ കൃത്യമായ ടൈം ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അത് പിന്നീട് ഒരു ഹാബിറ്റായിട്ട് മാറുകയും പഠിക്കാനുള്ള മടി അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മ കുറയുകയും ചെയ്യും. പഠിക്കാനിരിക്കുന്ന സമയത്തെ നമ്മുടെ ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ്. അതുകൊണ്ട് പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും മാറ്റി വെക്കുക. ഫോൺ എടുക്കണമെന്ന് തോന്നിയാൽ തന്നെയും അപ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം എന്താണോ അതേക്കുറിച്ച് ചിന്തിക്കുക. ജോലി നേടുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, അതുപോലെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക. PSC പഠിക്കുന്നവർ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, PSC എന്നത് ഒരു എക്സാം മാത്രമല്ല, അത് നമ്മുടെയൊക്കെയും ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. ഡെയിലി PSC ടിപ്സ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം ലൈക്കും ഷെയറും കൂടി ചെയ്തേക്കണേ.